പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെക്കാൾ മോശമാണ് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കൾ. ചോദിക്കാൻ കാരണം, കേണൽ സോഫിയ ഖുറൈഷിക്കെതിരെ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു മന്ത്രി പറഞ്ഞത് സോഫിയ ഖുറൈഷി ഒരു ഭീകരയുടെ സഹോദരി എന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പഹൽഗാം അറ്റാക്കിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന് ആണുങ്ങളെ തെരഞ്ഞു പിടിച്ച്, രണ്ടാമത്തത് ഒരു മതം ചോദിച്ച് ആളുകളെ തെരഞ്ഞു പിടിച്ച്, അതുപോലെ അവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞ്, അങ്ങനെ മഹാവൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ടാണ് ആ കൊലപാതകം നടത്തിയത്. പോയിന്റ് ബ്ലാങ്കിൽ അവർ വെടിവെച്ച് കൊന്നിട്ട് പോലും ഇന്ത്യയെ വിഭജിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇന്ത്യ ജയിക്കുകയാണ് ചെയ്തത് ആ ഭീകരാക്രമണത്തോടുകൂടി. കാരണം ആ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പോലും അവരെ രക്ഷിക്കാൻ വേണ്ടി ചില മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാർ, അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ തന്നെ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി അനുസരിച്ച് അങ്ങനെ പറയാതിരിക്കുകയ്യ. അപ്പോൾ അവരൊക്കെ തന്നെ എത്തുകയും അവരിൽ നിന്ന് കിട്ടിയ സഹായങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഹിമാൻഷി ആണെങ്കിലും ഇവിടെ ആതിരയാണെങ്കിലും ഒക്കെ അവരുടെ ഭർത്താവും, ഹിമാൻഷിയുടെ ഭർത്താവും അതുപോലെ തന്നെ ആതിരയുടെ അച്ഛൻ രാമേന്ദ്രൻ നായരും ഒക്കെ കൊല്ലപ്പെട്ടതിന് ശേഷം പോലും വലിയ നന്ദിയോടെ അവരെ സ്മരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഭീകരരുടെ ചില പദ്ധതികൾ നടന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, ഇന്ത്യ ജയിച്ചു എന്നാണ്. പക്ഷെ ആ ഭീകരരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കാൻ ചില മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മന്ത്രി കുൻവർ വിജയ് ഷാ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്, ആരും പറയാത്ത കാര്യം. കാരണം അദ്ദേഹം 8 തവണയായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ഒരാളാണ്. ആ 8 തവണ ജയിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ വേണ്ടി റിസർവ് ചെയ്ത മണ്ഡലത്തിൽ നിന്നാണ്. കൂടാതെ അദ്ദേഹം ഇപ്പോൾ ആദിവാസി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് എന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ ഇയാളുടെയൊക്കെ നിലപാട് അവരോട് എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ 1.6 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ ആദിവാസി സമൂഹമുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ അറിയേണ്ടത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 21% അവരാണ്. അപ്പോൾ അവരെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഒരാളുടെ മനസ്സ് എത്ര വിശാലമാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിക്കാം. ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യയിൽ അവർക്കിതൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത്ര വലിയ ജാതീയമായ മതപരമായ വിവേചനമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ എങ്കിലും അവർ പുറത്ത് ചിലപ്പോൾ അതൊക്കെ കാണിക്കും. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാൻ ആളുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് അതൊക്കെ പറയുന്നത്. അത് BJPയുടെ പല നേതാക്കന്മാരും വസുദി ഒവൈസി പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ ബാൽ താക്കറെയൊക്കെ മറ്റേ നമുക്കറിയാലോ മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉയർത്തുമ്പോഴും നമുക്കൊരു കാര്യം അറിയാം, ഇപ്പം ജിന്ന മുതൽ ബാൽ താക്കറെ വരെയുള്ള ആളുകളൊക്കെ എടുത്തു വെച്ചാൽ അവർക്കൊന്നും അത്തരത്തിലുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ വിശ്വാസമോ മതപരമായ വേർതിരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരിതൊക്കെ പുറമേ കാണിച്ചിരുന്നത് കുറച്ചുകൂടി ആളുകളെ സംഘടിപ്പിക്കാൻ അത് എളുപ്പമായതുകൊണ്ടാണ്. പക്ഷേ ഈ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്നൊരു സാധനം അറിയാതെ പുറത്തേക്ക് വന്നു പോയതാണ്. അല്ലാതെ ഇത് അദ്ദേഹം വളരെ ഡെലിബറേറ്റായി ജനങ്ങളെ ഭിന്നിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ അപഹസിക്കണമെന്നോ വെച്ചാൽ ചെയ്തതല്ല. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഈ മൈൻഡ് സെറ്റാണുള്ളത്. അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരി ഉപയോഗിച്ച് പ്രധാനമന്ത്രി മോദി തകർത്തു എന്നാണ് പറഞ്ഞാൽ മനസ്സിലായത് നിങ്ങൾക്ക്. അതായത് പഹൽഗാമിലെ കൂട്ടക്കൊലയിലൂടെ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച ഭീകരരെ അവരുടെ തന്നെ സഹോദരിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തു എന്നാണ്. എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുള്ളി വിചാരിച്ചിരുന്നത് ഒരു മുസ്ലിം എന്ന് പറയുന്ന സമുദായം തന്നെ ഭീകരരാണെന്നുള്ള നിലക്കാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ആ ഡയലോഗ്. ഇനി അടുത്ത ഡയലോഗ്, ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പേര് നിന്ന് കൈയടിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത ഡയലോഗ്, ആരാണോ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയത് അതേ സമൂഹത്തിലെ സഹോദരിമാരെ ഉപയോഗിച്ച് പാഠം പഠിപ്പിച്ചു. അത് പിന്നെ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരാശയം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കേട്ടിട്ട് ചെറിയ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ആളുകൾ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൈയടിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കുൻവർ വിജയ് ഷാ പറഞ്ഞു പോയത്. അതിനുശേഷം പുള്ളി വന്ന് ലേലു അല്ലു എന്നൊക്കെ പറഞ്ഞു, കുറേ മാപ്പൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മാധ്യമങ്ങളും പത്രക്കാരും ഒക്കെ വളച്ചൊടിച്ചാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനീ പറയുന്നത് എക്സാക്ട്ലി അദ്ദേഹം പറഞ്ഞ പ്രസംഗം അങ്ങനെ തന്നെ കേട്ടിട്ടാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ അപ്പം തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് BJP ചെയ്തിട്ടില്ല. BJP ഇതേവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഒരാൾ, അവർ 1981 ഗുജറാത്തിൽ ജനിക്കുകയും അതിനുശേഷം ബയോ കെമിസ്ട്രിയിൽ PG നേടുകയും ചെയ്ത് പിന്നെ അവരുടെ മുത്തച്ഛനടക്കം മിലിറ്ററിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവരുടെ റാണി ലക്ഷ്മിബായി എന്ന് പറയുന്ന അവരുടെ മുത്തശ്ശി അടക്കം റാണി ലക്ഷ്മിബായിയോടൊപ്പമുള്ള സമരത്തിൽ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. ഇങ്ങനെ പടപൊരുതിയിട്ടുള്ള ആളുകളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള ഒരാളാണ്. ഇനി അവരുടെ തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മിലിറ്ററിയിലെ ഇൻഫൻട്രിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ രാജ്യസ്നേഹമുള്ള അവരെക്കുറിച്ചാണ് ഈ ഭീകരരുടെ സഹോദരി എന്നൊക്കെ ഇയാൾ പറഞ്ഞു പോയത്. ഇയാൾ മനഃപൂർവ്വം പറഞ്ഞാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ ഏറ്റവും ആശാവഹമായ കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും ആശാവഹമായ കാര്യം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഹൈക്കോടതി സ്വമേധയാ സുവോമോട്ടോ ഇതിൻ്റെ പുറത്ത് കേസെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കേസെടുത്തു എന്ന് മാത്രമല്ല, അതിലെ ജസ്റ്റിസ് ആയിട്ടുള്ള അതുൽ ശ്രീധരൻ, അദ്ദേഹം ഈ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടി ചില ഇതിൽ പുറത്തു വന്നിട്ടുണ്ട്, ചില സൈറ്റുകളിലൂടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട് ലൈവ് ആയിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് ഐ വിൽ ബ്രിങ് ദ ഹെൽ ഡൗൺ, ഞാൻ എന്ത് സംഭവിച്ചാലും ഏത് നക്കാൻ തന്നെ താഴേക്ക് വന്നാലും ഞാൻ ഈ ഉത്തരവ് നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കൂടാതെ 5 മണിക്കൂറിനകം ഇതിൻ്റെ പുറത്ത് കേസെടുക്കണമെന്ന് കോടതി വിധിച്ചു. അത് വലിയ ആശാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ കോടതി വിധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി കോടതി 5 മണിക്കൂറിനകം തന്നെ ആ പോലീസ് എന്ത് ചെയ്തു, മാൻപൂർ പോലീസ് കേസെടുത്തു. ഇനി കേസെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ നമ്മൾ നേരെ പുള്ളി മന്ത്രി സുപ്രീം കോടതിയുടെ അടുത്തേക്ക് ഹർജിയുമായി പോയി. ആ ഹർജിയുമായി പോയപ്പോൾ മുഖ്യമന്ത്രി തന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഈ ഹർജിയായിട്ട് വരുന്ന ഇത് ഒരു കാരണവശാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇത് ഇമ്മീഡിയറ്റ്ലി പരിഗണിക്കാൻ പറ്റില്ല, നാളെ വാദം കേൾക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്ന് പോലും വളരെ മോശപ്പെട്ട പരാമർശം ഈ പറയുന്ന വിജയ് ഷാ എന്ന് പറയുന്ന കുൻവർ വിജയ് ഷാക്ക് കേൾക്കേണ്ടി വന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഇയാളാരാണെന്ന് കൂടി നമ്മൾ അറിയണം. ഇയാൾ അവിടുത്തെ ആ ഒരു പ്രദേശം തന്നെ ഭരിച്ചിരുന്ന ഒരു റോയൽ ഫാമിലിയിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനൊക്കെ തന്നെ അവിടെ വലിയ തോതിൽ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ 8 തവണയായിട്ട് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹമൊക്കെ ജയിച്ചു വരികയാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നാണ് ഈ കമൻ്റ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്നു. പല തരത്തിലുള്ള പോർട്ട്ഫോളിയോസും ഒക്കെ ഇദ്ദേഹം വഹിച്ചിരുന്നു. ആ വഹിച്ചിരുന്ന ആളാണ് മേജർ താജുദ്ദീൻ ഖുറേഷിയുടെ ഭാര്യയായിട്ടുള്ള നമുക്ക് സോഫിയ ഖുറേഷിയുടെ നേരെ ഇത്തരത്തിലുള്ള വാക്കുകൾ ചൊരിച്ചിട്ടുള്ളത്, ഭീകരരുടെ സഹോദരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ പക്ഷം വലിയ തോതിൽ ശിക്ഷിക്കപ്പെടുമെന്നോ അദ്ദേഹം ജയിലിലടക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം BJP അയാളുടെ മന്ത്രിസ്ഥാനമെങ്കിലും തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, താൻ ഇറങ്ങിപ്പോ എന്ന് പറയാനുള്ള മര്യാദ കാണിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു അടി കിട്ടുന്നതിന് തുല്യമാകും. ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴോ 2 ആഴ്ച കഴിയുമ്പോഴോ ഒക്കെ, ചിലപ്പോൾ അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോഴോ ഒക്കെ തിരിച്ചെടുക്കുമായിരിക്കും. പക്ഷേ തിരിച്ചെടുക്കുമെങ്കിൽ പോലും ഇതൊരു പാഠമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഈ കേസെടുക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ ഇത് എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കണ കൂടി ഇദ്ദേഹത്തിന് പാരയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു വലിയ പരാമർശം ഉണ്ടാകുമ്പോൾ ഈ മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കാതെ വേറെ വഴിയില്ലെന്നാവും. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെസിമെൻ കൂടിയാണ് നമ്മുടെ നാട് എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മൾ ആളുകളെ കാണുന്നത് എന്നുള്ളത് കൂടി വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. സോഫിയ ഖുറേഷി എന്ന് പറയുന്ന വനിത അവർ ഇന്ത്യക്കാരിയാണ്. അവർ യാതൊരു കാരണവശാലും അവരുടെ ജാതിയോ മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അഭിമാനാർഹമായ കേണലാണ്. അവർ രാജ്യത്തിന് വേണ്ടി വലിയ തോതിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. വലിയ തോതിൽ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ തന്നെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ പോലും അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ധീരയായ ഒരു വനിതയായി മുന്നോട്ട് വന്നിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല. ഈ കുൻവർ വിജയ് ഷായൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ട സമയം, ഈ അലവലാതിയൊക്കെ എടുത്ത് പുറത്തിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.